എക്സ്ട്രാ പൈസ ഇല്ല. ഞാൻ 100 രൂപ വാങ്ങാനാണ് ഈ പറയുന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്റെ പൊന്നു പങ്കെടുത്ത് പറഞ്ഞു എന്റെ KPSC ഇങ്ങനെ വെച്ച എങ്ങനെ എന്റെ പ്രേക്ഷകരോട് സംസാരിക്കുക. ഹായ് ഗൈസ്. അതെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് പറഞ്ഞു അവിടെ പ്ലേ ആവുന്നുണ്ട്. സംസാരിക്കുക, കാവ്യ രണ്ടുപേർക്ക് സംസാരിക്കുക. ഇന്ന് നമ്മുടെ ട്രെയിൻ യാത്രയാണ്. എന്റെ അശ്വതി രണ്ടുപേർക്ക് സംസാരിക്കുക. ഇവ പാത്തിരിക്കുന്നു. പറ മര്യാദ രണ്ടുപേർക്ക് സംസാരിക്കും. കണ്ടത് എളുപ്പം തുടങ്ങി. നീ രണ്ടുപേർക്ക് സംസാരിക്കും. നീ രണ്ടുപേർക്ക് സംസാരിക്കും. അയ്യാ നീ കേരള ഇതിനകത്തിരി. എടാ കേരള ഇവിടെ വന്നില്ല, ഇവിടെ വന്നില്ല. രണ്ടുപേർക്ക് സംസാരിക്കും. നല്ല രസമുണ്ട്. ഇനി ഒരാളോട് വരാനുണ്ട്. ഭാവി ഇവിടെ നിന്ന് ഭാഷ കാണിക്കണേ കാണിക്കാം. ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ നടക്കും. ഇവിടെ ഇങ്ങനെ നടക്കും. നീ അറിയാത്തവരാണ്. അറിയാത്ത കട്ട് ചെയ്തോളാം. നീ അറിയാത്തവരെ നടക്കും. സാരി ഇട്ടവരൊക്കെ ഇങ്ങോട്ട് കയറി. സൂപ്പറായി. ഭാഷ കാണിച്ചാണ്. ഇനി ഇങ്ങോട്ട് കയറി. ഇങ്ങോട്ട് കയറാനുണ്ട്. ഇവിടെ വന്ന് നിക്ക്. ഇത് ഗ്യാപ്പില്ല. ചാടി പറഞ്ഞല്ലോ കേൾക്കുന്നത്. ഇത് പറയുമ്പോ എന്നോട് നീങ്ങില്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെയല്ലെന്ന് എന്തേലും പറയണം. ഹായ് ഹലോലും പറ. നീ എടുത്തോണ്ടിരിക്കുക. കാരണം നീള ആവശ്യം. ജസ്റ്റിൻ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ടാറ്റ ബൈ ബൈ, സീ യു. ടാറ്റ ബൈ ബൈ, സീ യു. കണ്ടോ, ഇത് കോപ്പി പേസ്റ്റ് എന്ന് പറയും. ഞാനാണ് ഇതിനെ ട്രെയിനിങ് കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തന്നെ പറയുന്നുള്ളൂ. എന്തിനല്ല എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യം വരേണ്ടത് ജസ്റ്റ് കളിക്കല്ലേ. ബൈ ജസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. ഇതാണ് എൻ്റെ ചേച്ചി. ഇവിടുത്തെ പറയാനുള്ളത് ദീർഘായുസോടുകൂടി കുറേ വർഷങ്ങളോളം ജീവിക്കുക. എന്നെയൊക്കെ ഓർക്കും. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഓർക്കോ? പിന്നെ എല്ലാവരും ഓർക്കും ചേച്ചി ഓർക്കുന്നു. ചേച്ചിക്ക് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ കഴിയേണ്ട ഇതാണ് എൻ്റെ സ്റ്റുഡൻറ്റ് ഇങ്ങനെയാണ് നമ്മളെ കേൾക്കുന്നത്. ചെറിയ വലിയ മനസ്സിനുടമയാണ് ജോലി. പെട്ടെന്ന് തിരിച്ചു വരുമെന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ചുമ്മാ കേട്ടോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പോവാണ്. ശരിക്കും ഞാൻ പോവാണ്. ജോലിക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അത് ഞാൻ മേടിച്ചെടുത്ത് വന്നിട്ട് ഇത് ഇടയ്ക്ക് ഞാൻ ചെയ്യും. കയ്യിൽ കോർണർ കിട്ടേ. തെറ്റാ പറ. ബോഡി ഒത്തിരി കൂട്ടേണ്ടി വരും. അടുത്തൊരു സ്ഥലത്ത് വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പം കുറെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നടത്തണം. പിന്നെ കല്യാണം ഒക്കെ സിമ്പിളായിട്ട് നടത്താവുള്ളൂ. വിളിച്ചില്ലെങ്കിലും എന്നോട് പറഞ്ഞിട്ട് ആഗ്രഹമാണ് എന്റെ കല്യാണം വളരെ ലളിതമായിട്ട് നടത്തണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതിന് പേരൻസ് അതിനോട് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അവർക്ക് തോന്നട്ടെ. ഇത് കണ്ടിട്ട് അച്ഛനമ്മയ്ക്ക് തോന്നണം. കണ്ട നാട്ടുകാരെല്ലാരും പറയുന്നു. ഇത് പേഴ്സണൽ അല്ല, പറഞ്ഞ പബ്ലിക്കാണ്. അപ്പൊ സിമ്പിളായിട്ട് നടത്തണം. അപ്പൊ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ വരണം. അപ്പൊ റോഷനെ വിളിക്കണം. റോഷനെ വിളിക്കുക. റോഷൻ എന്ന് പറഞ്ഞ ആരാ? ഹസ്ബൻഡാ. എന്നിട്ട് അത്ര
മെയിനായിട്ടുള്ള ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണം. അതായത് ഞാൻ മെല്ലെ ജോർജിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. സെയിം ടു യു. കുഴപ്പമില്ല, നമ്മളത് മാനേജ് ചെയ്താലേ പറ്റൂ. നമ്മൾ മൂവ് ഓൺ ആകണം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്റെ പൊന്നു ഭഗവതി എന്ന് പറഞ്ഞ് എന്റെ കഥ ഇല്ല, ഒരിക്കലില്ല. 5 മണിക്ക് ഞാൻ ഇന്ന് ഇറങ്ങിയത്. ഞാൻ അതിൽ കാണിച്ച 5 നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ടാണ് പോകുന്നത്. എലിസബത്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡിലോട്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു ജാഥ പോലെ ഇന്ന് സ്റ്റാൻഡിൽ പോകുന്നു. ഞാൻ ഇവിടുന്ന് കായംകുളം ബസ്സിൽ കയറുന്നു, കായംകുളം ഇറങ്ങുന്നു, വീട്ടിൽ പോകുന്നു. നാളെയും വരുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലായിരിക്കും പോകുന്നത്. ഒരിക്കലും പക്ഷെ അതെന്റെ മനസ്സിലായിരിക്കും, ഒരിക്കലും അത് സംഭവിക്കുന്ന കാര്യമില്ല. ചേച്ചി ഇപ്പൊ 2 തൊട്ട് വീഡിയോ കയറിയിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ പൈസ. ഞാൻ എല്ലാ ദിവസവും 10,000 വട്ടം വിളിക്കുന്ന ഉച്ചരിക്കുന്ന പേരായിരുന്നു മരിയ ജോർജ്. ഞാനത് മിസ് ചെയ്യും. പിന്നെ മരിയ ജോർജിനോട് ഞാൻ ഒരേ സമയം കടപ്പെട്ടിരിക്കുന്നു, അതേസമയം എനിക്ക് മരിയ ജോർജിന് മാത്രം അറിയാവുന്ന ആ സാധനം മണ്ണടി. അതെന്താണെന്ന് അത് മരിയ ജോർജിന് അറിയാത്ത. ക്ഷമിക്കുക എന്നുള്ള അല്ലാതെ അതിന് വേറെ മറുപടി എൻ്റെ ഇല്ല. അതെ, ക്ഷമിച്ച് പുറത്ത് എനിക്ക് പൊരുത്തുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു സാധനമാണ് മരിയ ജോർജിനോട് ഞാൻ ചെയ്യുന്നത്. അതെനിക്കറിയാം. മറ്റേ കുമ്പസരിക്കാൻ പോകുന്നവർക്ക് പറയാൻ പറ്റി. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് മരിയ ജോർജ്. അതായിരുന്നു ഇങ്ങനെ വെച്ചെങ്ങനെ അത് എനിക്കിങ്ങനെ ആയിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും മിസ് ചെയ്യും. വളരെയധികം സന്തോഷം. ചില സമയത്ത് ഞാൻ വിദ്യയുടെ യഥാർത്ഥ പേര് മറന്നു പോകും. വിദ്യാഭ്യാസം വിളിച്ചു വളരെയധികം ഒരുപാട് സന്തോഷമുള്ളൊരു കടന്നുകൊണ്ടിരിക്കുക. പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ട് അത് സന്തോഷം എന്താണെന്ന്. അവിടെ 5 മണിക്ക് ഞാൻ ഇറങ്ങുക. സന്തോഷം ചിലപ്പോൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഇത് ക്ഷീണിന്റെ അങ്ങനത്തെ ഇതൊക്കെ ഞാനെന്ത് പറയുന്നത് നിങ്ങളുടെ കൂടെ നേരത്തെ നിന്റെ എടുത്ത് ജീവൻ പോട്ടെ. ഇത് അമലാണ്. ഇവിടെ നേരത്തെ വർക്ക് ചെയ്തതാണ്. ഞാൻ ഫ്രീക്കെന്നാണ് വിളിക്കുന്നത്. അപ്പൊ അമല് വന്നിട്ടുണ്ട്. ചന്ദ്രനെ കുറിച്ച് ഒന്നും പറയാനില്ല. 100ൽ 100 പറയാനാണ്. ചന്ദ്രനെ കുറിച്ച് പറയുന്നത് പിള്ളേർക്ക് മിസ്സിനോടുള്ളൊരു താല്പര്യം പറഞ്ഞാൽ അത് നിർവചനീയമായ വാക്കുകളാണ്. എക്സ്ട്രാ പൈസയില്ല. ഞാൻ 100 രൂപ പോലും വാങ്ങാനാണ് ഈ വാക്ക് പറയുന്നത്. അതിനുവേണ്ടി എന്നെ വിളിച്ചിരുത്തി. പിന്നെ പറയുകയാണെങ്കിൽ പുള്ളിക്കാരുടെ ആറ്റിറ്റ്യൂഡ്, പുള്ളിക്കാരുടെ സംസാരം, പുള്ളിക്കാരുടെ തമാശ, ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ആർക്കും വാരിക്കൊടുക്കുന്ന സ്വഭാവം തന്നെയാണ് ചങ്ക പോകുമ്പോൾ ഇവിടെ ചങ്കിപ്പോഴാണ് ശരിക്കും മിസ്സായത്. കാരണം ഇവിടുന്ന് പോവുകയാണ് മിസ്സായി. ഇപ്പോഴാണ് ശരിക്കും മിസ്സായി. പോസ് ചെയ്തു ഇതിൽ പ്രശ്നമാണ്. ബെസ്റ്റ് വിഷസ് അമ്മ നീ എന്നോടാ പറയുന്നത്. ഒന്നും പറയുന്നില്ല. പിന്നെ നന്നായി ശ്രീലക്ഷ്മി നല്ല വൈബായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒന്ന് മിസ് ചെയ്യും. പിന്നെ ഓൾ ദ ബെസ്റ്റ് ഫ്യൂച്ചറിന്. ഓ താങ്ക് യു സർ, താങ്ക് യു. ഇങ്ങനെ കണ്ടിയേ കഴിഞ്ഞു. എനിക്കൊന്നും പറയാനില്ല. അയ്യോ അതെന്താ? അതെന്തെങ്കിലും പറ. ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ഉറപ്പായിട്ട് ബിസിനസ്സിനെ മിസ് ചെയ്യും, ഷൂ മിസ് ചെയ്യും. പിന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ വരുമ്പോൾ ഇടുന്നതാണ്. നമ്മളൊരാളെ നിർത്തി പോയിട്ടുന്നത് ശരിയല്ല അല്ലേ? പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. പബ്ലിസിറ്റി ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇടരുതെന്നാണ് ബിസിനസ് പറയുന്നത്. ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും ഇടായിരിക്കാൻ. പക്ഷെ ഞാനൊരു ചെറിയ പോർഷനെങ്കിലും കട്ട് ചെയ്ത് ഞാൻ ഇടും. അപ്പോൾ ഓൾറെഡി വരും. ശ്രീലക്ഷ്മി വളരെ നല്ലൊരു കുട്ടിയാണ്. ആയിരുന്നു. ഇപ്പം അല്ലെന്ന്. ഇന്നൂടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവളെ കണ്ണിനെ കണ്ടുകൂടാ. അങ്ങനല്ല. ഇന്നത്തെ ആ മെസ്സേജ് ഓർമ്മ എനിക്ക് ബാക്കി പറയാം.
ഓക്കെ ശ്രീലക്ഷ്മിയെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ലൊരു പറയട്ടെ. 2 വർഷം ഇവിടെ വർക്ക് ചെയ്തു. പെട്ടെന്ന് 2 വർഷം പോയത്. 2 വർഷം പോയത് വളരെ പെട്ടെന്നായിരുന്നു. ഞാനും അറിഞ്ഞില്ല. ഇപ്പൊ ഇറങ്ങാൻ നിൽക്കുമ്പോ ഒരു വിഷമം. ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ട്. അതെ അതെ. പെട്ടെന്ന് എന്നാലും ഓർത്തിരിക്കാനായിട്ട് തോന്നുന്ന ഒരു ഓർമ്മ ഏതാണ്? പെട്ടെന്ന് ചിരി വരുന്നത്. ചിരി വരുന്നത് പറഞ്ഞ ആ ഒരു വൈബ്. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് വരും. നന്നായി വരും. പിന്നെ കല്യാണത്തിന് വിളിക്കണം. പിന്നെ കല്യാണത്തിന് വിളിച്ചാൽ വരുമോ? കല്യാണത്തിന് വിളിച്ചാൽ ഞാൻ എവിടെ അതിന് വരും. സദ്യ കഴിക്കും. അതാണ് ഹൈലൈറ്റ്. കല്യാണം കൂടാനല്ല. അല്ല ശ്രീക്ക് ആശംസകൾ ഗിഫ്റ്റ് തരും. ഒക്കെ തരും. ഹൈലൈറ്റ്. സദ്യ ഉണ്ടും. പിന്നെ മറ്റേ ഫസ്റ്റായിട്ട് അത് പോവാം. അയ്യോ അത് നിൽക്കുവോ? ഓ എന്തോ രാവിലെ പൊട്ടിയേനെ. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആ ഞാൻ വന്ന കാലം തൊട്ട് പഠിച്ചോണ്ടിരിക്കുക. വന്ന കാലം തൊട്ട് ഞാൻ ഈ മാസം ഇറങ്ങും ബസ്, അടുത്ത മാസം ഇറങ്ങും ബസ്, ഞാനിതാ ഇറങ്ങിയില്ല, ഇതാ വന്നു ഇരിക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോവാന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്നോട് പലരും പറഞ്ഞു പോവാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇത് ശരിക്കും ഞാൻ പോവാണ്. ഇതൊരു പ്രാങ്ക് അല്ല. 2024 ഞാൻ പറയുന്നത് സത്യമാണ്. അവസാനത്തെ സത്യം. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. കയ്യിൽ ഒരു മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ലപോലെ ഹഗ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ ടാറ്റോട് ഹായ് ഗൈസ് പറഞ്ഞേ. ആച്ചല്ല ഹായ് ഗൈസ്. ഹായ് ഗൈസ്. എന്റെ പ്രേക്ഷകരോട് സംസാരിക്കുക. ഹായ് ഗൈസ്. ഉറക്കം വരുന്നുണ്ടോ? ഇതാണ് സ്പോട്ടി വരുന്ന സാധനങ്ങൾ. അല്ലാതെ ഇടയ്ക്ക് പോയിക്കൊരു സ്ഥലം അതെ 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 അതെ. വെള്ളം കുടിക്കാനാണില്ല. സത്യം പറഞ്ഞാൽ അജിൻ കുറച്ചാൾ ഇവിടെ ഇല്ലായിരുന്നു. പോയിട്ട് വീണ്ടും തിരിച്ചു വരുവാണ്. ആ സമയത്ത് ഞാനില്ല. ഇടയ്ക്കിടയ്ക്ക് അജിനെ ഞാൻ ഈ വെള്ളത്തിനിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഒരു സംഗമം ഉണ്ടായിരുന്നു. വെള്ളത്തിന്റെ പേരും പറഞ്ഞു, അങ്ങനെയാണെന്ന് പറയാം. വെള്ളത്തിന്റെ പേര് പറഞ്ഞ അടിയും ബോട്ടിന് ഒരു അടിയും ഉണ്ടായിരുന്നു. അപ്പോ ഇടയ്ക്കിടയ്ക്ക് വരും. അതെ, ഇടയ്ക്കിടയ്ക്ക് വന്നവരെ മന്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർന്ന് പ്ലേസ്. അപ്പോൾ ബെസ്റ്റ്. അവിടെ പ്ലേ ആവുന്നു.